ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്ത് ഒരു മയ്യത്ത് പരിപാലനത്തിനിടയിൽ വല്യുമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ കുറച്ചാളുകൾ മറക്കുള്ളിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് പിന്നെ അവിടെ കേൾക്കുന്നത് വല്ലാത്തൊരു ശബ്ദവും കരച്ചിലുമാണ്. കാരണം അന്വേഷിച്ചപ്പോ കേട്ടത് ആ മരിച്ചുപോയ വല്യുമ്മയുടെ ചെവിയുടെ മുകളിലേക്കൊരു 4 ആഭരണം, ആ നാട്ടിലതിന് ചിറ്റി, ചെവിച്ചിറ്റ് എന്ന് പറയും, സ്വർണത്തിന്റെ ചെറിയ വളകളെപ്പോലെ ആ ചെവിയുടെ മുകളിലേക്കുണ്ടായിരുന്നു. എപ്പോഴോ അത് വെച്ചത് കാരണത്താൽ അത് മാംസത്തോട് ചേർന്നിട്ടുണ്ട്, അഥവാ അത്രയും അത് ഉറച്ചുപോയിട്ടുണ്ട്. മരിച്ചതാണെങ്കിലും വല്യുമ്മാന്റെ ചെവിയിൽ നിന്നും അത് പറച്ചൂരിയെടുക്കാൻ മക്കൾക്കൊരു മടി. അവസാനം കുളിപ്പിക്കാൻ കൊണ്ടുപോയ മയ്യത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് കുറ്റ്യാടി അങ്ങാടിയിലുള്ള ഒരു തട്ടാനെ അഥവാ ജ്വല്ലറിക്കാരനെ കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ കത്രിക കൊണ്ട് ആ 4 എണ്ണവും അറുത്ത് മാറ്റിയതിന് ശേഷമാണ് ആ ഉമ്മാനെ മയ്യത്ത് കുളിപ്പിച്ച് കബറിലേക്ക് വെച്ചത്. കാത്തരി പൊണ്ണ് ഈ ദുനിയാവൊന്നും ഒരു ഉമ്മാർക്കും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. എത്രയേറെ പറമ്പ് വാങ്ങിക്കൂട്ടിയവരാണെങ്കിലും, എത്രയേറെ ഭംഗിയായി ബെഡ്റൂം ഒരുക്കിയവരാണെങ്കിലും, ഇന്ന് വരെ ഒരാൾക്കും ഒരു പള്ളി കമ്മിറ്റിയോട് പറയാൻ പറ്റിയിട്ടില്ല എന്നെ വെക്കേണ്ടത് ഞാൻ വാങ്ങിയ പറമ്പിലാന്ന്. എന്റെ കബറിന്റെ ഉൾഭാഗം നിങ്ങളൊന്ന് മൊസൈക്കിന്റെ തറയാക്കണം, മാർബിളിന്റെ തട്ടാക്കണം എന്ന് ലോകത്ത് ഇന്ന് വരെ ആൾക്കും പറയാൻ സാധിച്ചിട്ടില്ല. നമുക്കാകെ കൊണ്ടുപോകാൻ പറ്റുന്നത് 750 രൂപ മുതൽ 1000 രൂപ വരെ വിലയുള്ള 3 വെള്ളത്തുണി. അത് പള്ളിയിലുള്ള ആളുകൾക്ക് അത് റെഡിയാ. അതല്ലാത്ത ഈ ദുനിയാവെന്ന് എനിക്കും നിങ്ങൾക്കും കൊണ്ടുപോകാനുള്ളത് നമ്മളെ ജീവിതം കൊണ്ട് സ്വർഗത്തിന് വേണ്ടി നമ്മൾ ഒരുക്കിയ നമ്മളെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളാ. എത്ര കാലം എന്നല്ല, പടച്ച റബ്ബിന്റെ ദുനിയാവിൽ കിട്ടിയത് അല്പം കൊല്ലമാണെങ്കിൽ പോലും ആ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ പണിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി മദീനയിലേക്ക് പ്രബോധനത്തിനയച്ചത് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെയാ. ഈ കൂട്ടത്തിൽ ചെറുപ്പക്കാരുള്ളത് കൊണ്ട് ആരാ മിസ്അബ് റളിയല്ലാഹു അൻഹു എന്നാദ്യം നമ്മൾ അറിയണം. ഇന്നത്തെ ചെറുപ്പക്കാർക്കൊക്കെ തോന്നിത്തുടങ്ങി നിരീശ്വരവാദമാ സമാധാനമെന്ന്, മതമാണ് പ്രശ്നക്കാരനെന്ന്. അതുകൊണ്ട് നിരീശ്വരവാദത്തിലേക്കും കുത്തഴിഞ്ഞ ലൈംഗികതയിലേക്കും മതനിരാസത്തിലേക്കും ലിബറലിസത്തിലേക്കും ഇന്നത്തെ കൗമാരങ്ങളെയും യൗവനങ്ങളെയും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. പരസ്പരം ഇണചേരുന്ന ലൈംഗികതയുടെ ചിത്രങ്ങൾ കാണിച്ച് ഞാനും നീയും വന്ന വഴി അശ്ലീലമല്ലെന്ന് ബോധ്യപ്പെടുത്തി കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വത്തിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുപോകാൻ ചിലർ പണിയെടുക്കാൻ തുടങ്ങി. ആണും വിവാഹം കഴിക്കലും സ്വവർഗരതിയൊക്കെ വിപ്ലവാത്മകമാണെന്ന് ഫ്ലെക്സ് ബോർഡുകളിലൂടെയും ക്യാമ്പസുകളിലൂടെയും നമ്മളെ മക്കളുടെ മസ്തിഷ്കത്തിലേക്ക് കുത്തിവെക്കാൻ തുടങ്ങി. പേനക്കത്തിയുടെ ചുണ്ടുവിരലുകളെ കൊണ്ട്